السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. إذا كان هذا كافرا جاء ذمه وتبت يداه في الجحيم مخلدا حتى أنه في يوم الاثنين دائما يخفف عنه للسرور بأحمدا فما الظن بالعبد الذي كان عمره بأحمد مسرورا ومات موحدا. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിച്ചാൽ ലഭിക്കുന്ന ഗുണഗണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ബസ്രയിൽ ഒരു വ്യക്തിയുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം മറ്റു സമയങ്ങളിലെല്ലാം പാപകർമ്മങ്ങളിൽ മുഴുകി ജീവിച്ച്, പക്ഷേ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് നന്നായി കുളിച്ച് വൃത്തിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അത്തർ പൂശി വലിയ സദസ്സുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനു വേണ്ടി സംഘടിപ്പിക്കുമായിരുന്നു. ഈ ഒരു നിലയിൽ അദ്ദേഹം കുറെ കാലം കൊണ്ടുപോയി. പക്ഷേ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോ ഒരു അശരീരി കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയിന്റെ ജനാസയെ നിങ്ങൾ അനുഗമിക്കുകയും അതിന്റെ അനന്തര കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യൂ. ആ ശരീരി കേട്ട ജനങ്ങൾ മുഴുവനും ആ ജനാസയിൽ പങ്കെടുക്കുകയും കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ സ്ഥാനം ലഭിച്ചത്? കണ്ട ആളുകളൊക്കെ ഈ വ്യക്തിയെ നല്ല നല്ല പുതുവസ്ത്രം ധരിച്ച്, നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നതാ കാണുന്നത്. മുമ്പ് അശരീരി കേട്ട ജനങ്ങൾ തന്നെയാണല്ലോ. അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ സ്നേഹിച്ചത് കൊണ്ട് ലഭിച്ച കാര്യമാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അന്ത്യം നന്നാകും. നിങ്ങൾ നോക്കൂ, അൽ ഹാഫിദ് ശംസുദ്ദീൻ ഇബ്നു മുഹമ്മദ് ഇബ്നു നാസിർ റഹിമഹുല്ല പാടിയ ഒരു പാട്ട് എന്താണ്? ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദ فما الظن بالعبد الذي كان عمره بأحمد مسرورا ومات موحدا. അബൂ ലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ദ്രോഹിച്ച ഒരു അമുസ്ലിമായ വ്യക്തിയായിരുന്നിട്ടും ഇസ്ലാമിനെ വളരെയധികം ദ്രോഹിച്ച തുടക്കഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പരസ്യമായി പ്രഖ്യാപിക്കാൻ സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നപ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, നീ എതിനാണോ വിളിച്ച് തബ്ബല്ലക, നിനക്ക് നാശം എന്ന് പറഞ്ഞു. അതിനു പകരമായി പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല തന്നെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്ത് ഇറക്കി. അത്രയും ഇസ്ലാമിന്റെ ശത്രുവായി എണ്ണപ്പെട്ട അബൂലഹബിന് പോലും ശാശ്വതമായി നരകത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ടവനായിരുന്നിട്ട് പോലും
യുഖഫഫു അൻഹു, എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് നരകത്തിൽ ഒരു ലഘൂകരണം അല്ലാഹു തആല ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തേ കാരണം? ലിസ്സുറൂരി ബി അഹ്മദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ജന്മദിനത്തിൽ ജനിച്ച ആ സമയത്തുള്ള സന്തോഷത്തിന്റെ കാരണം കൊണ്ട്. അദ്ദേഹത്തിന് അബൂലഹബിന് ഉണ്ടായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ്യ എന്ന് പറയുന്ന, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഉമ്മ, ആ സുവൈബത്ത് റളിയല്ലാഹു തആല അൻഹയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതിന്റെ കാരണം കൊണ്ട്, അത് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സന്തോഷത്തിൽ ആ സന്തോഷം അറിയിച്ചപ്പോ പെട്ടെന്ന് തന്നെ അവരെ ഇത്തൊക്കെ ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അബൂലഹബിന് നരകത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ലഘൂകരണം ലഭിക്കപ്പെടുന്നു. അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സന്തോഷം കൊണ്ട് അവിടുത്തെ തിരുപ്പിറവിയെയും അവിടുത്തെ ജീവിതത്തെയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹം തൗഹീദിനായിക്കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ പിന്നെന്തായിരിക്കും? അതിനേക്കാൾ വലിയ സ്ഥാനമാനങ്ങളല്ലേ അല്ലാഹു തആല അവർക്ക് നൽകുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നത് കൊണ്ട്, അവിടുത്തെ മൗലിദുകൾ നടത്തുന്നത് കൊണ്ടും, അവിടുത്തെ ജീവിതം പകർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടുമൊക്കെ നമുക്ക് വലിയ ഫള് നൽകി, വലിയ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബിന്റെ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.